آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മനുഷ്യജീവിതത്തിൽ നമ്മുടെ ആയുസ് അള്ളാഹു നീട്ടിത്തരുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് വീണ്ടും ഒരു ജുമുഅയിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും നൽകിയിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഖൈറുക്കും, നിങ്ങളിൽ നല്ലവർ, മൻ ത്വാല ഉംറുഹു, ആയുസ് ദീർഘിച്ച് ലഭിച്ചവരും, വഹസുന അമലുഹു, അവൻ്റെ അമലുകൾ നന്നാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാകുന്നു. ഒരു പുതിയ വർഷത്തിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ അലിയൊലികളുമെല്ലാം നാം കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ളവനാണ്. കാലം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. വളരെ പെട്ടെന്നാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും കാലം വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. വർഷങ്ങൾ മാസങ്ങളായും, മാസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ ദിവസങ്ങളും, ദിവസങ്ങൾ മണിക്കൂറുകളുമായി വളരെ വേഗത്തിൽ അത് ദ്രുതഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ കാലം എല്ലാത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യും. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, 3 സമയങ്ങളാണ് നമുക്ക് ഉള്ളത്. ഒന്ന് കഴിഞ്ഞു പോയതാണ്. ആ സമയം ഇനി തിരിച്ചു വരാനില്ല. കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള നന്മകളാണ് എങ്കിൽ
ആ നന്മകളുടെ ഫലം, റിസൾട്ട് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ചെയ്തു വെച്ചു പോയിട്ടുള്ളവയെല്ലാം തിന്മകളുടേതാണ് എങ്കിൽ ആ തിന്മയുടേതായ തിക്തഫലവും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്, ഒരണുത്തൂക്കം നന്മ ആരാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് അവൻ കാണുക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ, അണുത്തൂക്കം തിന്മ ആരാണോ ചെയ്തിട്ടുള്ളത് ആ തിന്മ, അതിൻ്റെ തിക്തഫലം, അതിൻ്റെ ശിക്ഷ അവൻ കാണുക തന്നെ ചെയ്യും. ആ കാലം കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് സ്വയം ആത്മവിശകലനങ്ങൾക്കാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തയ്യാറാകേണ്ടത്. പുനരാലോചനയാണ് ഉണ്ടാകേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഹസിബു ഖബ്ല അൻ തുഹാസബു, ഒരു വിചാരണ വരാനിരിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു സത്യമാണ്. എങ്ങനെയെല്ലാം പരലോകത്തെ നിഷേധിക്കുവാൻ വേണ്ടി ആളുകൾ തയ്യാറെടുത്താലും ശരി, അതൊരു സത്യമായി നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഒരുപാട് ചോദ്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അല്ലൻ നജ്മഅ ഇളാമ, അവൻ്റെ അസ്ഥിശകലങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദൈവീകമായൊരു ദൃഷ്ടാന്തം അള്ളാഹു സൂചിപ്പിക്കുന്നു എങ്കിൽ ബല, അതെ, ഖാദിരീന, അവൻ കഴിവുള്ളവനാണ്. അലാ അൻ നുസവ്വിയ ബനാന, അവൻ്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാകുന്നു റബ്ബ്. ഒരു വലിയ അടയാളപ്പെടുത്തലാണത്. മനുഷ്യൻ്റെ വിരലടയാളങ്ങൾ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയുള്ളത് കൊണ്ടാണ് ഇന്ന് ആ അടയാളപ്പെടുത്തലിന് പ്രാധാന്യമുള്ളത്. എവിടെ ചെന്നാലും വിരലെന്ന് വെച്ചാൽ ആ വ്യക്തിക്കപ്പുറം മറ്റൊരാൾക്ക് അതുണ്ടാകുന്നില്ല. ഇങ്ങനെ മനുഷ്യരുടെ വിരലടയാളങ്ങൾ വ്യത്യാസപ്പെടുത്തിയവനായ റബ്ബ് തീർച്ചയായും ആ റബ്ബിങ്കിലേക്ക് മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. അവൻ തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യും, പോകേണ്ടവനാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ മടക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് പുനരാലോചന നടത്താൻ. ഹാസിബു, നിങ്ങൾ വിചാരണ ചെയ്യണം. ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട്. ദുനിയാവിലെ ജയപരാജയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഒരുപാട് ആളുകൾക്ക് വിജയം കൈവരിച്ചിട്ടുണ്ട്, കുറേ ആളുകൾ പരാജിതരായിട്ടുണ്ട്. പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള നയങ്ങൾ ആളുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദുനിയാവ് അങ്ങനെ തന്നെയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പ്രയാസങ്ങളും സന്തോഷങ്ങളുടെയും കാലഘട്ടം മനുഷ്യജീവിതത്തിൽ ദുനിയാവിലുണ്ട് എന്ന് അള്ളാഹു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, തീർച്ചയായും പ്രയാസങ്ങളുടെ കൂടെയാണ് എളുപ്പമുണ്ടാകുന്നത്. എല്ലാ കാലവും പ്രതിസന്ധികളും പരാജയങ്ങളും തളർച്ചയും ആയിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുക അല്ല, മറിച്ച് അതിനെല്ലാം ഒരു തിരിച്ചുവരവ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ പ്രതീക്ഷാ നിർഭരമായ മനസ്സാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഏതൊരു സമയത്തിലും ഉണ്ടാകേണ്ടത്. തളർന്നു പോകാൻ പാടില്ല എന്നതാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സാമൂഹിക അവസ്ഥയിൽ കഴിഞ്ഞ ഒരു കാലത്ത് മുസ്ലിം എന്ന നിലക്ക് നമുക്കൊരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറുമ്പോൾ അടുത്തത് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിലൊന്ന് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലാണ്. എന്ന് വെച്ചാൽ അത് മുസ്ലിം സമുദായത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് നേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കോടിക്കണക്കിനായ മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തുക്കൾ, മുൻഗാമികളായ നമ്മുടെ ഉദാരമതികൾ സംഭാവന നൽകിയ സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് പേരുകളും റെക്കോർഡുകളും ഒന്നുമില്ലാത്തൊരുപാട് ഭൂമികളുണ്ട്. കൊടുക്കുമ്പോൾ അവിടെ മനസ്സിൻ്റെ താല്പര്യം, മനസ്സിൻ്റെ തേട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി പടച്ച റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം വിട്ടുകൊടുക്കപ്പെട്ടതായ ഭൂമി.
അപ്പോൾ ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അവകാശികൾ ഈ സമുദായത്തിൻ്റെ ആളുകൾ തന്നെയാണ്. അപ്പോൾ അതിനെ പിടിച്ചെടുക്കുക എന്ന ഒരു നയത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു ബില്ല് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രയാസമാണ്. ഇനി SIR നാം വായിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പേരുകൾ പലതും വിട്ടുപോയിട്ടുണ്ട്, പലതും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ലക്ഷക്കണക്കിനായ മുസ്ലിം സമുദായത്തിൻ്റെ ഭൂരിപക്ഷവും ഈ സമുദായത്തിൻ്റെ ആളുകൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം, അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകും. പടച്ച റബ്ബ് സഹായിക്കും. ആരെ സഹായിക്കും? മുസ്ലിം എന്ന ഐഡന്റിറ്റിയോടുകൂടി പോകുന്ന ഒരു തലമുറയെ ഈ ലോകത്ത് ഒരു ശക്തിക്കും പ്രസ്ഥാനങ്ങൾക്കും ഭരണകൂടത്തിനും നശിപ്പിക്കാൻ സാധ്യമാവുകയില്ല എന്നുള്ളത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. പടച്ച റബ്ബ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നൊരു സംഗതിയാണത്. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്തി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുസബ്ബിത്തുല്ലാഹ്, അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു, ആരെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും? ആമനു, വിശ്വാസികളായ ആളുകളെ. ബിൽ ഖൗലി സാബിത്ത്, സാബിത്തായ ഒരു വാക്കുകൊണ്ട്, ഉറച്ചൊരു വാക്കുകൊണ്ട്. എന്താ ഉറച്ച വാക്ക്? ഉറച്ച വാക്ക് എന്ന് പറയുന്നത് കലിമത്ത് തൗഹീദിന്റെ വാക്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ട് പ്രഖ്യാപിച്ചതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിഞ്ഞിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തീർച്ചയായും അതൊരു പ്രതീക്ഷയുടെ വാക്കാകുന്നു. ആട്ടിയിറക്കപ്പെട്ട ഒരു നാട്ടിൽ നിന്ന് കുറെ കാലം കഴിഞ്ഞ നാടിന്റെ ഭരണാധിപത്യം പ്രവാചകന്റെ കൈകളിലേക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, ചരിത്ര യാഥാർത്ഥ്യമാണ് എങ്കിൽ, ആ യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഖൗലു സാബിത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ കലിമത്ത് തൗഹീദിനനുസരിച്ച് കൊണ്ടുള്ള ജീവിതക്രമമാണ്. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു നിങ്ങൾ പറയുവിൻ, തുഫ്ലിഹു നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. എങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ കോടിക്കണക്കിനായ മുസ്ലിമീങ്ങളുടെ ജീവിതമെടുത്ത് പരിശോധിച്ചു നോക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളമുണ്ട്? അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിലേക്ക് തിരിച്ചു വരുമ്പോൾ അള്ളാഹു പറഞ്ഞു, യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്ത് ബിൽ ഹയാത്തി ദുനിയ വബിൽ ആഖിറ. എല്ലാം പരലോകത്ത് മാത്രം കിട്ടുമെന്നതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇഹലോകത്തും അവർക്ക് അള്ളാഹു അതിനനുസരിച്ച് കൊണ്ടുള്ളതായ സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും അള്ളാഹു നൽകും. അതുകൊണ്ട് ആദർശപരമായ വിശ്വാസപരമായ മേഖലകളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. സൂചിപ്പിച്ചത് ഈ സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പ്രതിവിധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഈ സമുദായത്തിൻ്റെ ആളുകൾ സാധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പത്രമാധ്യമങ്ങളുടെ ഒന്നാമത്തെ പേജിലെ പ്രത്യേകമായൊരു പ്രാധാന്യം നാം കണ്ടല്ലോ. ഒരു വാർത്ത നമ്മൾ വായിച്ചല്ലോ. ന്യൂയോർക്ക് ഇസ്ലാമിക വിരുദ്ധമായ ഒരുപാട് ആശയങ്ങളെ കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ മേയറായിട്ട് വന്നിട്ടുള്ള ഒരു മുസ്ലിം നാമത്തിലുള്ള വ്യക്തിയാണ്. വിശുദ്ധ ഖുർആനിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ പോലും ഉണ്ടായിട്ടുള്ളത്. അത് രേഖപ്പെടുത്തി. കാരണം ചരിത്രപരമായി കാലഹരണപ്പെട്ടു പോകാത്ത ഒരു ഗ്രന്ഥം ലോകത്തുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആനാകുന്നു. ആ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ വിരുദ്ധാശയങ്ങളുള്ള ഒരു ഭാഗത്തെത്തുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മൾ അനുകൂലമായൊരവസ്ഥയിൽ അതിനെ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനെ അവഗണിച്ചോ ആ അവഗണിക്കുന്നിടത്തേക്ക് തിരിച്ചു വരണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നിലനിൽപ്പുണ്ടാകും. അത് അള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദിലേക്കുള്ള വരമാണ്. അതുകൊണ്ട് സ്വയം ആത്മവിശകലനത്തിന് നമ്മൾ തയ്യാറാകണം. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിൽ ചെയ്തു പോയിട്ടുള്ള പ്രവർത്തനങ്ങളെ പരലോകത്തേക്ക് ബന്ധിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇനി രണ്ടാമത്തേത് നാളെയാണ്. നാളെ എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. 2025 അവസാനിക്കുന്ന നിമിഷങ്ങളിൽ പോലും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. 26 കടക്കുമ്പോഴും ഒരുപാട് ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് പള്ളിയിലേക്ക് വരുന്ന ഭർത്താവിന് ചായ കൊടുത്ത് പള്ളിയിൽ വന്നിരിക്കുന്ന ഭർത്താവിനടുത്ത വിളി ഭാര്യ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാകുന്നു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ആ ഉമ്മയ്ക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പള്ളിയിൽ വരുന്നൊരു സഹോദരൻ്റെ ഭാര്യയാണ്.
ഇത് മനുഷ്യൻ്റെ അവസ്ഥ ഏതാണ്? അപ്പം നാളെ എന്നത് നമ്മുടെ കയ്യിലല്ല, അത് പടച്ചറബിൻ്റെ അടുക്കലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് അൽ യൗം, ഇന്നത്തെ ഈ ദിവസമാകുന്നു, ഈ സമയമാകുന്നു. ഈ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന വിഷയമാകുന്നു. ദുനിയാവ് എന്ന് പറയുന്നത് വിചാരണകളില്ലാത്ത ഒരു ലോകമാകുന്നു. ഇവിടെ അൽ അമൽ, പ്രവർത്തനങ്ങൾ നിർവഹിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കർമ്മപദങ്ങളിൽ വിശ്വാസി എന്ന നിലക്ക് നിർബന്ധിതമായും ചെയ്തു പോകേണ്ട ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങൾ, ഏകദേശം 1800 അടുത്ത് വഖത്ത് നമസ്കാരങ്ങൾ ഒരു വർഷത്തിൽ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഒരു വ്യക്തി മുസ്ലിം എന്ന നിലക്ക് എണ്ണം എത്രയുണ്ട് എന്ന് പരിശോധിച്ചു നോക്കുക. അപ്പം അങ്ങനെ ഓരോ കർമ്മത്തെയും അടയാളപ്പെടുത്തുമ്പോഴേക്കും പരലോകത്തെ വിചാരണകളിൽ ഒന്നാം വിചാരണയായി സൂചിപ്പിക്കപ്പെടുന്ന ഒരു അനുഷ്ഠാന കർമ്മത്തോട് തന്നെ നിസ്സംഗത പുലർത്തുകയാണ് എങ്കിൽ മറ്റു മേഖലകളിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അവൽ മാ യുഹാസബുൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാം. പരലോക വിചാരണയിൽ ഒന്നാമത്തെ വിചാരണ എന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാകുന്നു സൂചിപ്പിക്കുമ്പോൾ ഈ സമുദായത്തിൻ്റെ നമസ്കാരത്തോടുള്ള വിഷയങ്ങളിലെ ഈ നിലപാടുകൾ എങ്ങനെയായിത്തീരുന്നുണ്ട്? അപ്പം ഇന്ന് എന്ന് പറയുന്നൊരു ദിവസം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ ഇന്ന് കഴിഞ്ഞുപോയ സുബഹ്, ആ സുബഹിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ജുമഅ, ആ ജുമഅയുടെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കാവുന്ന അവസ്ഥയിലേക്ക് അതിനെ സമയം കണ്ടെത്തിയിട്ട് 168 മണിക്കൂറിൽ ഏതാനും മിനിറ്റുകൾ നിർബന്ധിതമായും വരാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് എത്രത്തോളം ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്? അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴേക്കും കർമ്മങ്ങൾ കൊണ്ടാണ് പരലോകത്തേക്ക് യാത്രയാകേണ്ടത് എങ്കിൽ അതിനാവശ്യമായ രൂപത്തിലുള്ള മുൻകൂട്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ, ആലോചനകൾ നടത്തുവാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തയ്യാറാകേണ്ടതുണ്ട്. ഞാൻ ആമുഖമായി ഓതിവെച്ചത് സൂറത്തുൽ കഹഫിലെ അവസാനത്തെ ആയത്താണ്. എല്ലാവർക്കും സുപരിചിതമായ അധ്യായമാണ്. വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആരെങ്കിലും തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പ്രതീക്ഷയാണ്. ലിഖാ, അള്ളാഹുവിനെ കാണുക, അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വിശ്വാസമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളുടെ നാവുകളായി ഓരോ മരണവാർത്തയും നമുക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഔപചാരികതയുടെ അതുപോലെ കളർഫുള്ളായിട്ടുള്ള സ്റ്റിക്കറുകളുടെ പ്രാർത്ഥനകളല്ല നമുക്ക് ആവശ്യം. ഒരു മരണവാർത്ത കേട്ടാൽ ആരും നോക്കുന്നത് നല്ല ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഏതുണ്ട് നോക്കിയിട്ട് ആ സ്റ്റിക്കർ അടിക്കലാണ് പതിവ്. എന്താണ് അവിടെ നമ്മൾ പറയുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ഞാനും. അതുകൊണ്ട് ആ മരണവാർത്ത കേൾക്കുമ്പോഴേക്കും അത് എൻ്റെ ജീവിതത്തിന് കൂടി കാരണമായി തീരുന്നിടത്തേക്ക് ആ മരണവാർത്ത കേൾക്കണം. അതുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് ഉദ്കുറു ദിക്റു ഖാദിമുൽ ലദ്ദാത്ത്, സകല സുഖാസ്വാദനങ്ങളെയും മറപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർത്തുകൊള്ളണം. അങ്ങനെ ഓരോ മരണവാർത്തകളും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണമായത് വരണം. അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ കണ്ടുമുട്ടാൻ വേണ്ടി പ്രതീക്ഷിക്കുന്ന ആളുകൾ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, നല്ലതായ കർമ്മങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ. അമലൻ സ്വാലിഹ്, സ്വാലിഹ് എന്ന് പറയുന്നത് കൃത്യമായി അടയാളപ്പെടുത്തണം. നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ അത് സ്വീകാര്യമാകുന്നിടത്തേക്ക് എത്തുന്നില്ല എങ്കിൽ ആ നമസ്കാരത്തെ നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. ദാനധർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, എല്ലാവരുടേതും ഒരേപോലെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സ്വീകരിക്കുന്നില്ല. കാരണം ചെയ്യുന്ന അമലുകളുടെ നിയ്യത്ത്, ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയായതുകൊണ്ടാണ്. അപ്പം അള്ളാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങളാക്കി മാറ്റണമെങ്കിൽ ആ കർമ്മത്തിന് ഇസ്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉപാധികൾ എന്താണോ അതനുസരിച്ചുകൊണ്ട് അത് നിർവഹിക്കണം. അതുകൊണ്ടാണ് നമസ്കരിക്കുന്ന പല ആളുകൾക്കും ആ നമസ്കാരത്തിൻ്റെ ഷർത്ത് അറിയില്ല, ഫർള് അറിയില്ല. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്നവർക്ക് സക്കാത്തിൻ്റെ നിബന്ധനകൾ അറിയില്ല.
അതുപോലെ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പോകുന്ന ആളുകൾ എന്തോ ഒരു പ്രത്യേകമായ പദവികൾക്ക് വേണ്ടി മാത്രമായി അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ചു പോകുന്നു. അവിടെയാണ് അമലുൻ സാലിഹ്, സൽക്കർമ്മങ്ങൾക്ക് നിരതമായ പ്രവർത്തനം വിശ്വാസികളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് കർമ്മങ്ങൾ വാരിക്കൂട്ടി ചെയ്യാൻ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. നമ്മുടെ കഴിവിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യൻ്റെയും കഴിവിനപ്പുറത്തുള്ള യാതൊന്നും നാം അവനോട് അനുശാസിക്കുകയില്ല. 24 മണിക്കൂർ ഒരു ദിവസത്തിൽ നമുക്ക് അള്ളാഹു നൽകുന്നു. 24 മിനിറ്റ് നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൽ മതി. അതാണ് ഇസ്ലാം. അതിനപ്പുറത്തേക്ക് ഭാരമായ ഒന്നും അവിടെ നിശ്ചയിക്കപ്പെടുന്നില്ല. പിന്നെയോ 100 രൂപ നൽകി 2.5 രൂപ നിങ്ങൾ അങ്ങോട്ട് മാറ്റി മറ്റുള്ളവൻ്റെ അവകാശമായി മാറ്റിവെക്കണം. എന്താ പ്രയാസം? അത് കൃത്യമായി അങ്ങനെ നടപ്പിലായി വരുമ്പോഴേക്കും അതനുസരിച്ച് കൊണ്ടുള്ള പ്രതിഫലനങ്ങൾ ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തഹഖിറന്ന മിനൽ അഅമാലി ശൈഅ. ഒരു കർമ്മത്തെയും നീ നിസ്സാരവൽക്കരിക്കരുത്. എന്തുപോലും നിന്റെ സഹോദരനെ കാണുന്ന സന്ദർഭത്തിൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവനെ സമീപിക്കുന്നത് പോലും പുണ്യമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ പ്രതിഫലങ്ങളെല്ലാം എൻ്റെ മേൽ കാണിക്കപ്പെട്ടു. ഹത്തൽ ഖദാ, ഒരു കരട്, ഒരു അഴുക്ക്, യഖ്റുജുഹാ മിനൽ മസ്ജിദ്, പള്ളിയിൽ കയറുന്നു, ചെറിയൊരു അഴുക്ക് കാണുന്നു, അവൻ അതെടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തി വെക്കും. അതുകൊണ്ട് അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. അവസരം നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനുള്ള അവസരങ്ങളില്ല. ഏതുപോലും പടച്ച റബ്ബ് നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ചില ആളുകളുടെ വിലാപം, ചില ആളുകളുടെ ചോദ്യങ്ങൾ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഖാല റബ്ബിർജിഊൻ, എൻ്റെ രക്ഷിതാവേ, ഇർജിഊൻ, ഒരു വേള നീ എന്നെ ഒന്ന് മടക്കിയേക്കാമോ? എന്നെ മടക്കിയാൽ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷ വരുത്തിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. കുറച്ച് സമയം എനിക്ക് നൽകിയാൽ മതി. ഞാൻ കുറേ കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്, അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. കല്ലാ, അള്ളാഹുവിൻ്റെ മറുപടി, ഇന്നഹാ ഖായിലുൻ, അത് കേവലം ഒരു വാക്കുകൾ മാത്രമാണ്. ഹുവ ഖായിലുഹാ, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര ആളുകൾ മരണാസന്നമാകുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആളുകളെ അറിയിച്ചോ നിങ്ങൾ ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ തിരിച്ചു വന്നത് പടച്ച റബ്ബ് നൽകിയ അനുഗ്രഹമായി മനസ്സിലാക്കിയിട്ട് കർമ്മപദങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതിന് പകരം നിഷേധത്തിലേക്ക് മാറിയാൽ പടച്ച റബ്ബിൻ്റെ പിടുത്തം അത് ശക്തമാണ്, അത് കഠിനമാകുന്നു എന്നാണ്. അതുകൊണ്ട് അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. അമലൻ സ്വാലിഹൻ, പിന്നെ അമലു സ്വാലിഹാത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. വലാ യുശ്രിക്, അവൻ ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. ബിഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹുവിനോടുള്ള ആരാധനയിൽ, ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കുവാൻ പാടില്ല. കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം ശിർക്കില്ലാത്ത കർമ്മങ്ങൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക എന്നത് മനസ്സിലാക്കുക. ഇപ്പോൾ ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുടുംബക്കാരെ കൂട്ടുന്നു, അജ്മീറിലേക്ക്, നാഗൂരിലേക്ക്, മുത്തുപ്പേട്ടയിലേക്ക് സിയാറത്ത് പോകുന്നു. ആ ഹജ്ജ് കർമ്മങ്ങളെല്ലാം ബാത്തിലായി പോവുകയാണ്, ഉംറകൾ ബാത്തിലാക്കി പോവുകയാണ്. എന്താ കാരണം? അള്ളാഹു പറഞ്ഞു, വമൻ യുശ്രിക് ബില്ലാഹി, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുകയാണ് എങ്കിൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോവുകയാണ്. വമൻ യുശ്രിക് ബില്ലാഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ്റെ ഹബിത്തത്തു അഅമാലുഹും, കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. എന്താ ശിർക്ക്? അള്ളാഹുവിന് കൊടുക്കേണ്ടതായ സ്ഥാനങ്ങൾ, അള്ളാഹുവിന് മാത്രമായിട്ടുള്ള അർപ്പണങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുക എന്നതിന് പറയുന്ന പേരാണ് ശിർക്ക്. അത് ഖബറുകൾ കെട്ടിപ്പൊക്കലാകാം, അവിടെ ഉറൂസ് നടത്തലാകാം, ചന്ദനക്കുടം നടത്തലാകാം, അതെല്ലാം അള്ളാഹു അല്ലാത്തവരിലേക്ക് അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന അർപ്പണങ്ങളാകുന്നു എന്നാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കു മാത്രമേ അവൻ്റെ പരലോക ജീവിതം രക്ഷപ്പെടുകയുള്ളൂ.
അതുകൊണ്ട് വിശ്വാസം മുതൽക്കിങ്ങോട്ട് ശുദ്ധീകരണം നടത്തിയാൽ മാത്രമാണ് ജീവിതത്തിന് യഥാർത്ഥമായൊരു അസ്തിത്വത്തെ ഉണ്ടാക്കുവാൻ സാധ്യമാവുകയുള്ളൂ. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചു കൊടുക്കുന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ മക്കൾ പഠിക്കേണ്ട ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളിൽ അദ്ദേഹം ഒന്നാമതായി മകനോട് പറയുന്നത്, യാ ബുനയ്യ, ഏ മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഏറ്റവും കടുത്ത അപരാധമാകുന്നു, കടുത്ത പാപമാകുന്നു എന്നാണ്. മരണാസന്നമായി കിടക്കുന്ന സമയത്ത് പോലും മക്കൾക്ക് പ്രവാചകന്മാർ നൽകുന്ന വസിയത്ത് തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ്. യഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നമായി കിടക്കുന്നു. തൻ്റെ മക്കളെ എല്ലാം അടുത്ത് വിളിക്കുന്നു. എന്നിട്ട് മക്കളോട് ചോദിക്കുന്നു, മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ച് ആരാധിക്കുന്നത്? ഖാലു, അവർ പറയുന്ന മറുപടി, നഅബുദു ഇലാഹക്, ഏ പിതാവേ, താങ്കളുടെ ഇലാഹിനെയാണ്. വൈലാഹ ആബായിക്, താങ്കളുടെ പിതാവായ ഇബ്രാഹിം വ ഇസ്മാഈൽ വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദ, താങ്കളുടെ പിതാവായ ഇബ്രാഹിമിൻ്റെ, ഇസ്മായിലിൻ്റെ, ഇസ്ഹാഖിൻ്റെ ഏകനായ റബ്ബിനെയാണ് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ തൗഹീദ് അത് ശുദ്ധീകരിക്കുന്ന അവസ്ഥയിലേക്ക് സമുദായം വന്നാൽ ഈ സമുദായത്തിന് വളർച്ചയുണ്ടാകും, ഉയർച്ചയുണ്ടാകും എന്നുള്ളത് നാം മനസ്സിലാക്കുക. അത് എവിടെ വെച്ച് തകരാറിലേക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോ അന്ന് മുതൽക്ക് ഈ സമുദായത്തിന് അതിൻ്റെതായിട്ടുള്ള തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൗഹീദിൽ നിന്ന് തുടങ്ങി മാതാപിതാക്കളോടുള്ള ബാധ്യതയും കടമകളും എല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പടച്ച റബ്ബിനെ എങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുവിനെ എങ്ങനെ അറിയണം, എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ബോധത്തിലേക്ക് വരണം. അത് മക്കൾ പഠിക്കുമ്പോൾ ആ മക്കൾ ബാംഗ്ലൂരിലാകാം, മൈസൂരിലാകാം, ഏത് വിദേശ രാജ്യങ്ങളിലുമാകാം, അവർ വഴിതെറ്റാതിരിക്കാൻ അവർക്കിടയിലെ ഏറ്റവും വലിയ നിരീക്ഷണ ക്യാമറ എന്ന് പറയുന്നത് അള്ളാഹുവിന് ആയിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കൾക്ക് ആ രൂപത്തിലാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നിടത്തേക്കാണ് എത്തേണ്ടത്. അങ്ങനെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. പിന്നെയോ, യാ ബുനയ്യ അഖിമിസ്സലാ, നമസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ, നമസ്കരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള യോഗ്യതയുണ്ടാകുന്നുള്ളൂ. അതിലേക്ക് അവർ വരണം. ഭൂമിയിൽ അഹന്ത കാട്ടി അഹംഭാവം കാണിച്ച് നീ നടക്കരുത്. അഹങ്കരിക്കാൻ ആർക്കും അവകാശമില്ല. ഏതെന്തെങ്കിലും പേരിൽ അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ, എന്തെങ്കിലും ലഭിക്കുന്നുവെങ്കിൽ അത് പടച്ച റബ്ബ് നമുക്ക് നൽകിയ നിഅമത്താണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന് നന്ദിയുള്ളവരായിട്ട് മാറുക. ആയുസ് നീട്ടിത്തന്നു, ജീവിതം മുന്നോട്ട് പോകുന്നു, ഇത് അള്ളാഹുവിന് നന്ദി അർപ്പിക്കലാകണം. ലഇൻ ശകർതും ലഅസീദന്നകും, നന്ദി കാണിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും വളർച്ചയും എല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതനുസരിച്ചുകൊണ്ട് തിരിച്ച് പടച്ച റബ്ബിന് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് സ്വയം മനസ്സിലാക്കി നമ്മുടെ ആയുസ്സിനെ നന്മയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക. നന്മയിലും തഖ്വയിലും സഹകരിക്കുക. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. വിശ്വാസിയുടെ ഏറ്റവും മഹിതമായ ഒരാശയമാണ് തആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കണം, സഹായിക്കണം. അലൽ ബിർ, പുണ്യകരമാകുന്ന പ്രവർത്തനത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. വത്തഖ്വ, ഭയഭക്തിയിലും സൂക്ഷ്മതയിലുമുള്ള സഹകരണം ഉണ്ടാകണം. വലാ തആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിൻ്റെയും ശത്രുതയുടെയും പേരിൽ ഒരു കാരണവശാലും സഹകരിക്കുവാൻ പാടില്ല. അതുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ സൽക്കർമ്മ നിരതമായ ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തോടു കൂടിയാണ്. കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര,
നല്ല ഒരു പ്രകൃതത്തോടു കൂടിയാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. ഫഅബവാഹു, അവൻ്റെ മാതാപിതാക്കളാണ്, യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സുറാനിഹി, അവനെ ജൂതനാക്കുന്നതും നസ്രാണിയാക്കുന്നതും അഗ്നി ആരാധകനാക്കി മാറ്റുന്നതും അവൻ്റെ മാതാപിതാക്കളാകുന്നു എന്നാണ് സൂചിപ്പിച്ചത്. പടച്ച റബ്ബ് നമുക്ക് നൽകിയ വലിയ ഒരു അമാനത്ത്, സൂക്ഷിപ്പ് മുതൽ എന്ന് പറയുന്നത് മക്കളാണ്. ആണായിട്ടും പെണ്ണായിട്ടും ഇടകലർത്തിയും അള്ളാഹു കൊടുക്കുന്നു എന്ന് ഖുർആൻ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്. യഹ്ബുലിമൻ യശാഉ ഇനാസ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെൺമക്കളെ പ്രദാനം ചെയ്യുന്നു. വയഹ്ബുലിമൻ യശാഉ ദക്കൂർ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺമക്കളെ പ്രദാനം ചെയ്യുന്നു. അയുസവ്വിജുഹും ദുക്റാനും വ ഇനാസ, ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കുന്നു, കൊടുക്കാതിരിക്കുന്നു. അതെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നവയാണ്. അങ്ങനെ മക്കൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ മക്കൾ നമുക്ക് ലഭിച്ചത് അതൊരു അമാനത്താകുന്നു. അതുകൊണ്ട് നാളെ പരലോകത്ത് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളാകുന്നു. അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ മക്കൾ, അവരുടെ ലോകം, അവരുടെ സാഹചര്യങ്ങൾ എല്ലാം നമുക്കറിയാം. അവിടെ ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം മാതാപിതാക്കളാണ് എങ്കിൽ ആ മാതാപിതാക്കൾക്കിടയിൽ കഴിയുന്ന സന്ദർഭത്തിൽ കൊടുക്കേണ്ട കൽപ്പനയിൽ ഒന്നാണല്ലോ മുറു ഔലാദക്കും ബിസ്വലാത്തി സബഇ സിനീൻ, 7 വയസ്സ് മുതൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നമസ്കാരത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ കൊടുക്കണം. വളരിബുഹും അലൈഹ അലാ 10 സിനീൻ, 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ല എങ്കിൽ അവർക്ക് ശിക്ഷണ നടപടികൾ സ്വീകരിക്കണം. അപ്പോൾ 7 വയസ്സ് 10 വയസ്സ് എന്ന് പറയുന്നതൊക്കെയും ആ കുട്ടികൾക്കിടയിലേക്ക് കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധിതാവസ്ഥയും അതുപോലെ അനുകരണത്തിൻ്റെയും ഒരു കാലഘട്ടം കൂടിയാണ്. ഏതാണ്ട് 3 വർഷക്കാലം കടന്നു വരുന്നുണ്ടല്ലോ. 1000 ദിനരാത്രങ്ങൾ നമ്മുടെ മക്കൾ നമ്മളുമായി ഇഴുകിച്ചേർന്ന് പോകുന്ന ആ സമയത്തെയാണ് സൂചിപ്പിച്ചത്. ആ 1000 ദിവസങ്ങളിൽ മാതാപിതാക്കൾ നമസ്കരിക്കുന്നത് കണ്ട് വളർന്നു വരുന്ന ഒരു മക്കളും യഥാർത്ഥത്തിൽ വഴിതെറ്റി പോകുന്നില്ല എന്നതാണ്. കണ്ടു വളരണം. അനുകരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞതുപോലെ ആ മാതാപിതാക്കളിലൂടെയാണ് മക്കളുടെ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. അവിടെ അവർ എങ്ങനെ അതിനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മുടെ മക്കൾ ശരിയായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കുള്ളൊരു ബാധ്യത, ഒന്ന്, അവർക്ക് റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. അവരിലൂടെ അത് കണ്ടു വളരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിക്കാൻ മേശത്തളിയൊക്കെ ചുറ്റുമിരിക്കുമ്പോൾ അവിടെ മുതൽക്ക് ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു. യാ ഗുലാം, ഏ കുട്ടി, സമ്മില്ലാഹി തആല, മോനെ നീ ബിസ്മി പറയൂ. വഖുൽ മിമ്മാ യമീനിക്, വലത് കൈകൊണ്ട് കഴിക്ക്, വലത് കൈകൊണ്ട് കുടിക്ക്, അതുപോലെ നിന്റെ ഭാഗത്തു നീ കഴിക്ക്. ആ സമയത്ത് പ്രവാചകൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ചെറിയ മക്കൾ കൂടെയുള്ളപ്പോൾ തന്നെ അവരുടെ മതപരമായ പാണ്ഡിത്യത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഖുർആൻ തഫ്സീറിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിൽ തൻ്റെ പ്രവാചകൻ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു മുഫഖിഹു ഫിദ്ദീൻ, മതത്തിൽ അവഗാഹം നൽകണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു കുട്ടിയുടെ മതപരമായ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം മദ്രസ പാഠങ്ങൾക്ക് മുമ്പ് അവനവൻ്റെ സ്വന്തം ഭവനങ്ങളിലാണ്, വീടുകളിലാണ്. രണ്ടാമത്തേതാണ് മദ്രസകളും മതപാഠശാലകളും അതുപോലെയുള്ള കേന്ദ്രങ്ങളും ഒക്കെ തന്നെ. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ പറ്റുന്ന ഒരു വലിയ കാലഘട്ടത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. AI കാലഘട്ടം, അതുപോലെ തന്നെ മൊബൈലിൻ്റെയും അതിനപ്പുറത്തേക്ക് ഇനി പലതും കടന്നു വരാനിരിക്കുന്നുണ്ട്. ഈ ലോകത്തൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴേക്കും ഇസ്ലാമികമായ ഒരു അവബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഓരോ മുസ്ലിം മാതാപിതാക്കളുടെ കടമയാണ്. മഹല്ലുകളുടെയും പ്രസ്ഥാനങ്ങളുടെയും കടമയാണ്. മദ്രസകൾ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച് പുറത്തേക്കിറങ്ങിയ മക്കളുടെ അവരുടെ മതജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ വട്ടപൂജ്യത്തിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും പങ്കുവെക്കുന്നവർ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ആളുകൾ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ സന്താനങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ആൾക്കാരാണ്. ആ സ്വവർഗരതിയുടെ തുടക്കത്തിലെ ആൺ പെൺ എടുത്ത് പരിശോധിച്ച് നോക്ക്, ആരാണ് ആദ്യമായി വന്നിട്ടുള്ളത്? മുസ്ലിം സമുദായത്തിൻ്റെതാണ്. എന്ത് സംഭവിക്കുന്നത്? ഇസ്ലാമിൻ്റെ ശരിയായ ബോധത്തെ കൊടുക്കുന്ന വിഷയത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ.
അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതമായ തട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് കൃത്യമായ മതത്തിൻ്റെ ആശയങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നാളെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു സംഗമം വെച്ചത് ആ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നാളെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിന് വടക്ക് വശത്തുള്ള ജെൻഡർ പാർക്ക്, രജിസ്റ്റർ ഓഫീസിൻ്റെ പുറകുവശത്തുള്ള ആ ഹാളിൽ വെച്ചുകൊണ്ടുള്ള സംഗമം നടക്കുകയാണ്. ആധുനിക സമൂഹത്തിലെ കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് മതപരമായി. ആ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അവിടത്തേക്ക് എത്തിക്കുക. ഇവിടെ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കാം. അവർക്കുള്ള ഭക്ഷണവും സംവിധാനങ്ങളും എല്ലാം അൽഹംദുലില്ലാഹ് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. ഒരു സമുദായം അതിൻ്റെ ശൈശവത്തെ അവഗണിച്ചാൽ ആ സമുദായത്തിന് ഭാവിയില്ല എന്ന് മനസ്സിലാക്കുക. ശൈശവ കാലഘട്ടത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ ആ സമുദായത്തിന് ഭാവിയില്ല. നമ്മുടെ ശൈശവ കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികൾ, അവർക്ക് ശരിയായ ദിശാബോധം നാം നിർണയിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ഭാവിയിലുണ്ടാകുന്ന അപകടങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ മക്കളെ നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി 4 ഭാഗത്തു നിന്നും പലതും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മുസ്ലിം സമുദായം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ വലിയ പ്രയാസം പോലും അതാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരാനിരിക്കുന്നു, അന്ന് വിശക്കുന്നവൻ വിശപ്പിൻ്റെ ആ അവസ്ഥയിൽ ഭക്ഷണത്തളികളിലേക്ക് കൈ നീട്ടിപ്പോകുന്നത് പോലെ 4 ഭാഗത്തു നിന്നും ഈ സമുദായത്തെ ആക്രമിക്കാൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കും, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അംഗബലം കുറവായത് കൊണ്ടാണോ, എണ്ണം കുറവായത് കൊണ്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ബൽ അൻതും കസീറൂൻ, നിങ്ങൾ ധാരാളം ഉണ്ടാകും. കോടിക്കണക്കിനാണ് മുസ്ലിങ്ങളുടെ അംഗബലം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അഴുക്കുചാലിലെ ചണ്ടികളുടെ അവസ്ഥ പോലെ ആയിത്തീരും ഈ സമുദായത്തിൻ്റെ അവസ്ഥ. ജനങ്ങൾ അങ്ങോട്ട് പോകുന്നു, അതനുസരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പം ട്രെൻഡിനൊപ്പം കാലം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ആ ഒഴുക്കിനെതിരെ നീങ്ങിയെങ്കിലേ ഇഹലോകവും പരലോകവും രക്ഷപ്പെടുകയുള്ളൂ. മാനസികമായ അസ്വസ്ഥതയും പ്രതിസന്ധികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹമായിട്ട് നമ്മുടെ യുവ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നുള്ള പഠിക്കേണ്ട പാഠമാണ്. ഭൗതികമായ എല്ലാ സുഖ സംവിധാനങ്ങളുമുണ്ട്, സൗകര്യങ്ങളുണ്ട്, അതുപോലെയുള്ള എല്ലാവിധ ടെക്നിക്കുകളുമൊക്കെ ഉണ്ട്. പക്ഷേ മാനസികാവസ്ഥയിൽ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിനാ അൻ കസറത്തുൽ അർദ് വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് ഭൗതിക വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല, ഒരുപാട് സുഖ സൗകര്യങ്ങളിലല്ല. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്, യഥാർത്ഥ ഐശ്വര്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഐശ്വര്യമാണ്, മനസ്സിൻ്റെ സമാധാനമാണ്. അപ്പോൾ ഈ മാനസികമായ ആരോഗ്യം വീണ്ടെടുക്കാൻ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക, മനസ്സിലാക്കുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് മാത്രമാണ്, ആ ബോധ്യം കൊണ്ട് മാത്രമാണ് മനസ്സുകൾക്ക് സമാധാനവും ശാന്തതയും വീണ്ടെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണമായ ഒരു ജീവനം ഇഹലോകത്തും പരലോകത്തും നയിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും വേദനകളും ഒക്കെയായി വീടുകളിലും ഹോസ്പിറ്റലുമൊക്കെയുണ്ട്. പള്ളിയുമൊക്കെയായി സഹകരിക്കുന്ന ഒരു സഹോദരൻ്റെ മകൻ ഓപ്പറേഷൻ സംബന്ധമായ ചികിത്സയിലുമൊക്കെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കാലയളവിൽ വീട്ടിൽ വേണ്ടപ്പെട്ടവരും കുടുംബക്കാരും മാതാപിതാക്കൾപ്പെട്ട പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുയുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ അള്ളാഹു എല്ലാവരും സമാധാനവും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇണകളിലൂടെ മക്കളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൺകുളിർ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഉദ്യോഗങ്ങളിലും നിഅമത്തും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മുന്നോട്ടുള്ള യാത്രയിൽ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനോട് മാനസികമായി ബന്ധം വെച്ച് പുലർത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറയുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് വിട പറയാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്
اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار